മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഞാൻ അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. ദയവേദി ഈ കോണ്ടന്റ് വെളിയിൽ വിടരുത് പ്ലീസ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മസ്താനി മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ്? സോറി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞാ മനസ്സിലാക്കാം. ഇത് ഇഷ്യൂ ആക്കാൻ മാത്രം ചീപ്പ് ആയിട്ടുള്ള പ്ലേസിൽ നല്ല നമ്മൾ അവൾ എന്റെ ഫോണിൽ ടച്ച് ചെയ്ത് കാണിച്ചപ്പോഴാണ് I really wanted to ask you, that's why I'm asking you. ഞങ്ങൾ തമ്മിലുള്ള ഇരുപ്പങ്ങനാ വെരി ക്ലോസ്. Did you see? இங்கிலீஷ்ல பேசுங்க. இந்த மாதிரி சீரியஸ் மேட்டர் எல்லாம் பேசுறதுக்கு இங்கிலீஷ் தான் நல்லது. നീ കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ എവിടെയായിരുന്നു ഇവിടെ കണ്ടോ നീ കണ്ടിട്ടുണ്ടായി മസ്താനി എന്റെ അടുത്ത് കാണിച്ചു ഏത് ഇന്റൻസിറ്റിയിലുള്ള ടച്ച് ആയിരുന്നു എന്നുള്ളത്. അത് ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ച് അല്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടച്ച്, കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ആൾ സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. തൂക്കിയല്ലോ. എനിക്ക് ഇത് നല്ല ദേഷ്യം വന്നു. അവളിത് തന്നെ ടച്ച് ചെയ്തും കൂടെ കാണിച്ചിട്ട് എനിക്ക് പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വള്ളിപൊട്ടി കേസാണ്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി ഇവിടെ നീങ്ങുമല്ലോ, നീങ്ങുമ്പോ മസ്താനി അടുത്തുണ്ട്. നീങ്ങുമ്പോ ഇങ്ങനെ പോയപ്പോ ഇടിച്ചു. അപ്പൊ ഞാൻ മസ്താനി സോറി എന്ന് പറഞ്ഞു. ഇതാണോ അൺഅപ്രോപ്രിയേറ്റ്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവരും കൂടി വിന്നറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ മസ്താനി ഇടിച്ചു. അപ്പം എൻ്റെ റിഫ്ലെക്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞു. അതൊരു മസ്താനിക്കൊരു ഇൻഅപ്രോപ്രിയേറ്റ് ടച്ചായിട്ട് തോന്നി. അത് ലക്ഷ്മി വേറെ രീതിയിൽ വളച്ചൊടിച്ച് എന്നോട് പറഞ്ഞ വാക്കുകൾ കുടുംബത്തിൽ പറക്കണം, ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഇതിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്. ഞാനിപ്പോൾ അതിന് ക്ലിയറൻസ് ചോദിക്കുകയാണ് ബിഗ് ബോസിനോട്. കാരണം എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. വർത്താനം പറയല് മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.